ചേച്ചി എവിടെ ടൂറ് പോകാനുള്ള കോളാണല്ലോ. ടൂറെന്ന് ചോദിച്ചാ ചെറിയൊരു ടൂറ്. തമിഴ് സിനിമയിൽ ഒരു അവസരം കിട്ടി. ചെന്നൈയില്. ഇതെങ്ങനെ ഒപ്പിച്ചടാ? ഇത് നമുക്ക് എറണാകുളത്തിൽ ഓഡീഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അതിന് പോയപ്പോഴത്തേന് സെലക്ട് ആയി. നായകനായിട്ട്? നായകനാണോന്ന് ചോദിച്ചാ നായകന്റെ കൂടെ ചേർന്ന് നിന്നൊരു വേഷം. തമ്പി ചേട്ടൻ പറയണാട്ടില് നിനക്ക് സീരിയലിലും കണ്ട ഒരു റോൾ ഉണ്ടായിരുന്നു. അയ്യേ, അതൊരു പുരാണ സീരിയല്. അതും രാക്ഷസന്റെ കൂടെ നിൽക്കുന്ന അണിയായിട്ട്. നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. അങ്ങനെയൊക്കെ തന്നെ ആളുകൾ ഉയർന്നു വരണത്. പിന്നെ നമ്മുടെ ലക്ഷ്യം സിനിമ. സിനിമയെന്ന് നേരെ വരും. എന്ത് അങ്ങോട്ടുള്ള ഒളിച്ചു നോട്ടവും ചാട്ടവും ഒക്കെ നിർത്തിക്കോ. അയ്യേ, ഇത് ഒളിച്ചു നോക്കിയൊന്നുമില്ല. പിന്നെ റൊണാൾഡോ ആണ് അവിടെ ഉണ്ടാ നോക്കിയത്. അവിടെ ഉള്ളവരൊക്കെ അവിടെ തന്നെ ഉണ്ട്. അല്ല സുലു ചേച്ചി, എനിക്കിപ്പോ സിനിമയിലേക്ക് അവസരം കിട്ടിയില്ല. നമ്മളെ തൊട്ടയിലൊക്കെ കിടക്കണം. അവരുമായിട്ട് നമുക്ക് എന്തായാലും പറയണ്ടേ. ഈ സന്തോഷം നമ്മൾ അവരുമായിട്ട് പറയണ്ടേ? വേണ്ട, അതുകൊണ്ട് ഞാൻ നോക്കണില്ലേ. സിനിമ ഇറങ്ങുമ്പോ അവര് കാണും, അപ്പോഴറിഞ്ഞാ മതി. അതെ, അന്ന് ആ ബ്രോക്കർ വന്നില്ലേ, അത് എന്നെ വല്ലച്ചാതി ഞാൻ ഒതുക്കി തീർത്തതാണ്. നീ ആയിട്ട് ഇനി ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കണ്ട. എന്റെ സുലു ചേച്ചി, ആ പ്രശ്നമൊക്കെ നമ്മൾ സോൾവ് ചെയ്ത. ഞാനല്ല ബ്രോക്കർ ഇട്ടെന്ന് അവർക്ക് മനസ്സിലായല്ലേ. പിന്നെന്ത് കുഴപ്പം? ഇതെല്ലാം കൂടെ എന്റെ നെഞ്ചത്തോണ്ട് വരണം. എന്തായാലും എനിക്ക് കിട്ടിയൊരു സന്തോഷം അത് ഞാൻ നമ്മളതിലൊക്കെ കിടക്കുന്ന അവരുമായിട്ട് നമ്മൾ പങ്കുവച്ചിട്ട് ഞാൻ പോകുള്ളൂ. ഉള്ള കാര്യം പറയല്ലേ. അല്ല, ഞാൻ ഇത്രയും നേരമായിട്ട് ഈ വെയിലത്ത് നിൽക്കുന്നു. നിങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളം തരണമെന്നുണ്ടോ? വാ, നല്ല വെയിൽ, ചൂടും. വാ, ഇച്ചിരി വെള്ളം വാ. നീ എന്നെ വെള്ളം കുടിപ്പിക്കും. അതിനാണല്ലോ നീ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരണത്. അന്തൊരു സ്വഭാവം. എനിക്കും മറ്റേ ആ വള്ളിയിടാത്തനല്ലേ താഴോട്ട് ദായിന്റെ അതില് 2.5 മാർക്കാണ് കുറച്ചത്. എല്ലാവർക്കും റേഞ്ചേ ഉള്ളൂ. അഭിജിത്തിന് അവന് നല്ല മാർക്കുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു അവനാണ് സെക്കൻഡ് ഹയസ്റ്റ് എന്തോ അവനാണ്. പക്ഷെ പൊളി തന്നെ, ബ്രില്യൻ്റ് തന്നെ. കാര്യം മറ്റേ ക്രിക്കറ്റ് അവനല്ലേ, കഴിഞ്ഞ ക്രിക്കറ്റ് ലീഗിന് അവൻ ഒറ്റ ഒരാളുകൊണ്ടാണ് നമ്മൾ ജയിച്ചത്. അതും പഠിത്തവും ഫുട്ബോളും മറ്റേ ചെസ്സും അടിപൊളി തന്നെ. അവന് ഭയങ്കര ഫാൻസ് ക്ലാസ്സിൽ എല്ലാരും പറയും. എങ്ങനെ എന്തോ എല്ലാം മാനേജ് നമുക്കും സെയിം. എന്നാൽ നമ്മളിതൊന്നും ചെയ്യുന്ന പോലും ഇല്ല. എന്നിട്ട് നമുക്ക് മാർക്കും ഇല്ല, വേറൊന്നും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയും ഇല്ല. ഇവ എല്ലാം കൂടെ കൊണ്ടുപോകും. ഞാൻ എപ്പോഴും എന്നെ കാണുമ്പോൾ പറയും ഇങ്ങനെ, എങ്ങനെ ഇതൊക്കെ മാനേജ് ചെയ്യുന്നു. എന്തായാലും ഇത് എന്തായാലും ചോദിക്കാം, ടീച്ചറിൻ്റെ അടുത്ത് വരുമ്പോൾ ചോദിക്കാം അതെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്. എന്നാ ശരി, ഞാൻ വൈകിട്ട് ഹോംവർക്ക് ചെയ്യുമ്പോൾ വിളിക്കാം. ഓക്കെ. ആരാണ് അവൻ? ഇപ്പൊ നീ ഏതൊരുത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, അതാരാന്ന്? അത് അഭിജിത്ത്. ഞാൻ അമ്മയടുത്ത് പറഞ്ഞില്ല ഒരു കിടിലം. ഈ അന്ന് ഒരു ക്രിക്കറ്റ് ടൂർണമെന്റ് ഉണ്ടായിരുന്നു, അതില് അടിപൊളിയായിട്ട് ലാസ്റ്റ് ഓവറിൽ അവൻ കേറിയോണ്ട് ജയിച്ചെന്ന് പറഞ്ഞില്ല അവൻ. അഭിജിത്ത് മാത്രമുള്ളോ കോളേജില് ക്രിക്കറ്റ് കളിക്കണതും പഠിക്കണതൊക്കെ ആയിട്ട്? അല്ല അമ്മ, പക്ഷെ അവൻ ക്രിക്കറ്റിൽ അവനാണ് അടിപൊളി. പക്ഷെ അവൻ നല്ലോണം പഠിക്കുകയും ചെയ്യും. ഞാൻ കാണിച്ചു, അമ്മയ്ക്ക് അറിയാം. ഒരുപാട് വാല് പൊക്കണ്ടേ കേട്ടാ. ഹേന്നല്ല ഹേ. എന്തോ ഒരു കൊച്ചു അടിപൊളിയാകുമ്പോ നമുക്ക് പറഞ്ഞൂടാ, നമ്മുടെ ക്ലാസ്മേറ്റ് അല്ലേ. നീ വേറെ ആരെ പറ്റി ഇങ്ങനെ പറഞ്ഞ കേട്ടിട്ടില്ല, അതുകൊണ്ട് ഇതുവരെ ഞാൻ ആരെ പറ്റി പറഞ്ഞില്ലേ. ഇതാണ് രണ്ടും കൂടെ രാവിലെ കലപില കലപിലാന്ന് വന്ന് അമ്മയ്ക്ക് ഭയങ്കര സംശയം, ഒരു വിശ്വാസമില്ല എന്നെ. സംശയം എന്ന് പറയുന്നതാണ് മോളുടെ അമ്മയുടെ കൂടെ പുറപ്പ്. അയ്യോ, അത് അതിലും എന്താ ഒരു കൊട്ട് വരും. ഓ എടീ, ഇത് ജനിച്ച പോലെ സംശയം എന്ന് പറഞ്ഞ സാധനം കൊണ്ടാണ് ജനിച്ചിരിക്കുന്നത്. ഈ കല്യാണം കഴിഞ്ഞ് ഇന്ന് വരെ എന്നെ എന്തോ ഒരു സംശയമാണെന്ന് അറിയാം നമുക്ക്. അയ്യോ, നിങ്ങളെ സംശയിക്കാത്ത ആരെങ്കിലും ഉണ്ട് ഈ ഭൂലോകത്തില്? ഒരാളെ പറയാൻ. പിന്നെ എല്ലാവർക്കും എന്നെ സംശയമല്ലേ, സംശയിക്കാൻ നടക്കല്ലേ എല്ലാവരും. വലിയ വർത്താനൊന്നും പറയണ്ട. അല്ലാതെ അച്ഛൻ പോയില്ലേ ഇതുപോലെ? ഇതെവിടെ പോയത്? കട. എവിടെ കൊണ്ട്? എന്റെ കൂടെ വന്ന് കടയില്ല. കടയിൽ നിന്ന് വാങ്ങിച്ചതാ. പിന്നല്ലാതെ. ഞാൻ ഒരു കാര്യം പറയാനുണ്ടല്ലേ, നിനക്ക് ഇപ്പൊ തന്നെ കടപ്പുണ്ടോന്ന് പറഞ്ഞ ഇരട്ടപ്പേരുണ്ട്. കൊച്ചിനും കൂടെ ആ പേര് വാങ്ങിച്ചു കൊടുക്കല്ലേ. അവരാള് കൊടുക്കണേ. ഇന്ന് തന്നെ കടയിൽ ചെന്നിട്ടേ
ബാബുണ്ണ ആ കേസിനകത്തുനിന്ന് പുതിയ ഡേറ്റുള്ള അരിയുണ്ടാവും നോക്കിയെടുത്തില്ലേ? വലിയ കാര്യമായി പോയി. ആ കൊച്ചു ഇവിടെ നിന്നിട്ട് അതിനെ വിളിച്ചോണ്ട് ഇതിനാടെ രാവിലെ തന്നെ കടലോട്ട് പോയത്. ആര് വിളിച്ചോണ്ട് പോയി? ആ അവൻ ഇവിടെ ഇരിക്കുക. അപ്പൊ ഞാൻ കടയിലോട്ട് പോകാൻ ഇറങ്ങുന്നത് എന്റെ അടുത്ത് ചോദിച്ചു ഞങ്ങൾ അവിടെ പോവാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ കടയിൽ പോവാ, ഞാനിവിടെ വരട്ടെ, വരാൻ പറഞ്ഞു. കൊല്ലം പറയില്ല റൊണാൾഡോ അമ്മ. എന്തു ഞാൻ ഇവിടെ ഇരുന്നപ്പോ റൊണാൾഡോ അവനാണ് എന്നെ വിളിച്ചെടുത്തോണ്ട് വരാൻ. തന്നെ അത് അങ്ങനെ ഇന്ന് കൊണ്ടുപോയതിരിക്കട്ടെ, മേലാൽ കൊച്ചിനെ കൊണ്ടുപോയി ഇമാര് വേണ്ടാത്ത ശീലങ്ങൾ പഠിപ്പിക്കണ്ട. അവന് ആവശ്യമുള്ളത് ഇവിടെ ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടാ. പണ്ട് കണ്ട കടയെ കൊണ്ടുപോയിട്ട് കടപ്പലാരം മേച്ചു ഇല്ല, കൊടുക്കാനായി. വെറുതെ. ആ ഡാഡി എന്നെ നുള്ളുന്നേ. ഡേയ് അതെ, എനിക്ക് ഇറങ്ങണം, സമയമായി. എടുക്ക് ഭക്ഷണം. എടുത്താ? ഡാഡി ഓ എടുത്തു വെച്ചിട്ടുണ്ട്. ഡാഡി ഓ എപ്പോ വരും? ഏ? എപ്പോ വരും? എന്ത്? അല്ല, നേരത്തെ വന്നാ നമുക്ക് ഒന്ന് പുറത്തിറങ്ങാൻ. അതെ, കുറേ ആവശ്യങ്ങളുണ്ട് ഡാഡിക്ക്. അതെല്ലാം നേരത്തെ കഴിഞ്ഞാൽ ഡാഡി നേരത്തെ വരും, ഇല്ലെങ്കിൽ ഡാഡി അതിനനുസരിച്ച് ലേറ്റ് ആവും. മാക്സിമം നേരത്തെ നമുക്ക് എവിടെയെങ്കിലും പോവാൻ. നോക്കാടി എടി, ഓരോ ആവശ്യങ്ങളല്ലേ, നമ്മൾ ഹെൽപ്പ് അല്ലേ, ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാന്നുള്ളതല്ലേ. അപ്പൊ നമ്മുടെ പരിപാടികൾ ഇതുള്ളൂല്ലോ. ചോറ് മുഴുവൻ കഴിക്കണില്ല കേട്ടോ ക്ലീറ്റോ. അല്ലേ? ഒഴുകിക്കോ, ഇന്നത്തേക്ക് ഇരിക്കട്ടെ, ഇനി മേലെ കേട്ടാ. കേട്ടല്ലോ. ടാറ്റാ. ഇനി മര്യാദ അടങ്ങിയിരുന്നോളാം ഇവിടെ, വെളിയിലെങ്ങാനും അവനോട് കറങ്ങാൻ പോയാ. ഒരു ശകലം എനിക്കാണ് തോന്നരു. എന്തിനാ പറയാതെ പോയത്? അമ്മ റൊണാൾഡോ അമ്മ എടുത്തോണ്ട് വരും. ഒരു കടയിലല്ല, അതിനെന്താ? കടയിലാന്നും പറഞ്ഞ് ഇവിടെ ചത്തിട്ടൊന്നുമില്ലല്ലോ, എല്ലാവരും പറഞ്ഞിട്ട് പോണം. എന്റെ അമ്മയുടെ കുറെ നിയമങ്ങളുണ്ട്. എന്നാന്ന് ഇതേ പെണ്ണെ വലിയ പഠിപ്പാന്നെന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്തിട്ട് വന്നേക്കല്ലേ, ഞാൻ നല്ലത് ഞാൻ തരും ഞാൻ. ആ ഗിരിരാജൻ എപ്പോഴടി പോയത്? രാവിലെ പോയതാ ചേച്ചി, ചീരയ്ക്ക് നനയ്ക്കാൻ ആളില്ലെന്ന് പറഞ്ഞിട്ട് പോയതാ. ഇപ്പൊ വരാന്ന് പറഞ്ഞു പോയതാ. എന്തോ ഒരു വെയിലാണെന്ന് പറഞ്ഞ പോലെ. വിളിച്ചിട്ട് കൊടുക്കുന്നില്ലേ ചേച്ചി? ഇതാ അവന്റെ സ്വഭാവം. പോയടുത്ത് വന്നെടുത്ത് വീട്ടുകാരെ കുറിച്ച് ഒരു ചിന്ത. എന്താണ് നാത്തൂനും? ഓ, കണ്ണും നോക്കിയിരിക്കണം. നിങ്ങള് നാത്തൂനും കണ്ണും ഇരിക്കുമല്ലോ. ഞങ്ങള് സ്നേഹമുള്ള നാത്തൂനും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങള് സ്നേഹമുള്ള നാത്തൂനല്ലേ ചേച്ചി? ആവശ്യത്തിനുള്ള സ്നേഹമൊക്കെ ഞങ്ങൾ. ലില്ലി എന്തിയേ? ലില്ലിയേ, ആ ഒന്നും വന്നേടി. എന്താ ചേച്ചി? എവിടെയായിരുന്നു? കാണാൻ ആഹാ, കണ്ടില്ലേ, എന്നാ പോക്കോട്ടെ. തൈരുണ്ടാടി, തൈര് ഉറൊഴിക്കാൻ. തൈരിപ്പുണ്ടെന്ന് തോന്നുന്നു. അയ്യോ ഇല്ലടി, ഞാനത് ഉടച്ച് മോരാക്കി ഞാനും ചേച്ചിയും കുടിച്ച. ചേച്ചി ഭയങ്കര ചൂടാന്ന് പറഞ്ഞപ്പോ എന്നാ പിന്നെ ഇല്ല. കൊണ്ടോ അമ്മായി. എടി, നിനക്ക് വേണോന്ന് ഞാൻ അറിഞ്ഞോ? ഒന്നുമില്ല, ഫുൾ തീർന്നു. ഇല്ല മക്കളെ, ഇച്ചിരിയേ ഉള്ളായിരുന്നു. ഞാൻ പാലിട്ട് ചായ കുടിക്കാമല്ലോ ഞാൻ. എനിക്ക് വേണ്ട, ഇച്ചിരി പാലും ആക്കിയിരിപ്പുണ്ടായി. എന്നാ ചായ ഇട്, എന്നിട്ട് എന്നെയും കൂടെ വിളിക്കാൻ. എനിക്കും ഭയങ്കര റൊണാൾഡിന്റെ കൊണ്ട് ഇച്ചിരി തൈര് മേടിപ്പിക്കാം. ഹലോ, ആന്റി അങ്കിളിനെ തിരക്കി നടക്കുമായിരുന്നു. അപ്പോഴത്തേക്കും തക്കുടുവാണ് പറഞ്ഞത് നിങ്ങൾ ഇവിടെ ഇരിപ്പുണ്ടെന്ന്. എന്തായാലും നിങ്ങളൊക്കെ ഇരിക്കുന്ന സ്ഥിതിക്ക് ഞാനതങ്ങ് പറയാം. എന്ത് പറ്റി? എനിക്ക് തമിഴ് സിനിമയിൽ ഒരു നല്ലൊരു വേഷം കിട്ടി. ആഹാ, നല്ല കാര്യം. ഇതെവിടെയെങ്കിലും പോയിട്ട് രക്ഷപ്പെട്ട് 10 പൈസ ഉണ്ടാക്കാൻ നോക്ക്. അത് തന്നെ, 10 കാശുണ്ടാക്കി ഏതെങ്കിലും ഒരു നല്ല കുടുംബത്തിൽ ചെന്ന് കയറാൻ നോക്കും. അയ്യോ അമ്മ, കുടുംബജീവിതത്തിനൊക്കെ ഇനി സമയമുണ്ട്. ആദ്യം നമ്മൾ ഈ സിനിമയിൽ കയറി ഒന്ന് രക്ഷപ്പെടട്ടെ. ആരുടെ സിനിമയാ? അതൊക്കെ സർപ്രൈസ്. അത് ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ വരുമ്പോൾ കണ്ടാൽ മതി. അപ്പൊ ഇന്ന് തന്നെ പോവോ? ഇല്ല, ഞാൻ നേരെ എറണാകുളത്തോട്ട് പോകും. അവിടെ ഒരു ആക്ടിംഗ് വർക്ക്ഷോപ്പ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ ചെന്നൈ പോകും. മുത്തിനി എന്ന് പോണേ? ഞാൻ 2 ദിവസം കഴിയുമ്പോ പോകും. ക്ലീറ്റോ ചേട്ടന്റെ പുതിയ ഉടായ്പ പരിപാടിയൊക്കെ തുടങ്ങിയെന്ന് പറഞ്ഞ. അല്ല, ഈ പുതിയ ഓഫീസിന്റെ പരിപാടി എന്തോ? അതൊക്കെ നന്നായി പോണു, കുഴപ്പമൊന്നുമില്ല. എന്നാ പിന്നെ ക്ലീറ്റോ ചേട്ടനെ ഞാൻ ഓഫീസിൽ പോയി കണ്ടോളാം. അയ്യോ, നീ അതിനു വേണ്ടി ബുദ്ധിമുട്ടണ്ട. അവന് ഭയങ്കര തിരക്കായിരിക്കും. അത് ഞങ്ങൾ പറഞ്ഞോളാം. വാ നോക്ക്. വലിയ സിനിമാനൊക്കെ ആകുമ്പോ ഞങ്ങളൊക്കെ മറക്കൂ. അതെങ്ങനെ ചേച്ചി? ഓർമ്മയിലുണ്ടല്ലോ, പിന്നെ എങ്ങനെ മറക്കാൻ പറ്റില്ല?
നിന്നെ തമിഴ് സിനിമയിലൊക്കെ എടുത്തെന്ന് പറയുന്നിട്ട് സുലിച്ചേച്ചി പറഞ്ഞു ആണോ? എന്തെങ്കിലും വേഷം ഉണ്ടോ അമ്മ കൂടെ? ശേഷം തമിഴ് അറിയാമോ? നല്ല സൊല്ലും. വില്ലന്റെ ക്യാരക്ടറൊക്കെ വില്ലനെ പറ്റും, നായന തടി കൂടുതലാണ്. സാധനമുണ്ട്. ഞാൻ വിളിക്കാം കേട്ടാ. ശരിയെന്നാ അപ്പൊ ഇറങ്ങിട്ടാ പ്രാർത്ഥിച്ചോണേ. ശരിയെന്നാ. അവന് സിനിമയിലൊക്കെ അവസരം കിട്ടി. നീ എന്ത് കൂന്ന് മൂളണത്? അവൻ എന്ത് വിടുവായിത്തരം പറഞ്ഞാൽ ഇവളിരുന്ന് കിണിക്കുവാണ്. ഇത്ര മാത്രം ചിരിക്കാൻ എന്തോ എനിക്കും ചിരി വന്നു. അതിനെന്ത്? എന്തോ ചിരിച്ചെന്ന് ഒരാൾ കാര്യം പറയുമ്പോ പിന്നെ കേക്കണ്ടേ? അവന്റെ നോട്ടം കണ്ടായിരുന്നു ഇവളെ. അവൻ കണ്ട വെച്ച നമുക്കൊന്നും കാണാൻ പറ്റില്ലെന്ന് എന്റെ വിചാരം. ചേച്ചി അപ്പൊ ഇവള് നോക്കിയത് ചേച്ചി കണ്ടില്ലേ? ഇവളും നോക്കുന്നുണ്ട്. നിനക്ക് മനസ്സിലായല്ലോ. പിന്നെ എനിക്ക് മനസ്സിലായി. ഇങ്ങോട്ട് നോക്കിക്കേ, വലിച്ചു കീറി ഞാൻ എന്റെ തനിക്കോണം നിനക്ക് അറിഞ്ഞൂടാ. എന്ത് ഈ പറയണേ? അല്ലാത്തവരൊന്നും തമാശ പറയുമ്പോ നീ ഇങ്ങനെ ചിരിക്കുന്ന ഞങ്ങൾ കണ്ടിട്ടില്ല. ചിരിച്ചിട്ടില്ലേ മാമി? ഓ വലിയൊരു സിനിമാ നടൻ വന്നേക്കുന്നു. ഇവളെ കാണാൻ വേണ്ടി പോച്ചല് ചായ ഇട്ടുണ്ടോ? ഓ എന്താണ് വീട്ടില് എന്തായാലും എല്ലാം വലിച്ചിട്ടുണ്ട് പോണെന്ന്. നീ ദേഷ്യം വന്ന് ഇഷ്ടപ്പെട്ടില്ല. ഇതിങ്ങനെ വിട്ട പറ്റൂല. ഇത് പറഞ്ഞ് വിലക്കണം. നമ്മൾ കൂട്ടിയാലും കൂടൂല. ക്ലീറ്റോയോ കനകനോ ആരെങ്കിലും വരട്ടെ. നമ്മുടെ കൈ നിൽക്കൂല. എന്തിന് നിങ്ങൾ എന്തിനു മണ്ടത്തര പറയണേ? അവര് രണ്ടുപേരും പറഞ്ഞ ഇത് കൈവിട്ടു പോകും. വഴക്കാവും, അടിയാ, നാട്ടുകാർ മൊത്തം അറിയും. ഇത് ഞാൻ ഡീൽ ചെയ്തോളാം. ഞാൻ അവനെ തഞ്ചത്തി വിളിച്ചിട്ടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. ഇത് പ്രായത്തിൻ്റെയാ. നല്ല രീതി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അവൻ്റെ തലയിൽ കയറും. ഞാനേറ്റു. അതായിരിക്കും നല്ലത്. അല്ലാതെ ഈ അടിപിടിക്കൊക്കെ പോയാലേ പിന്നെ പോലീസും കോടതിയും കേസും വഴക്കും അതിനൊന്നിനും ശരിയാ. ചേച്ചി അവളത് നല്ല പോലെ ശ്രദ്ധിച്ചോ? അവക്ക് അവനോടുള്ള സമീപനത്തിൽ ചെറിയ മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നി അങ്ങനെ. എടാ ഒന്നും എന്നോട് പറയടാ. തങ്കച്ചേട്ടന് നിങ്ങൾ വിഷമിക്കാരി. ഒന്നുമില്ല, നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കൊച്ചിന്റെ കാര്യമില്ലേ? ഇത് ഞാൻ ഡീൽ ചെയ്തോളാം. റൊണാൾഡാ പറയുന്നേ. റൊണാൾഡോ ചേച്ചൻ നോക്കിക്കോളൂ. എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാണ്. നീ ഇറങ്ങും. മാറി സംസാരിക്കും. എനിക്ക് പോണം. സംസാരിച്ചിട്ട് പോയാ മതി. മുറുക്കിരിപ്പുണ്ട്, വേണോ? മുറുക്ക് വന്നില്ലേ? കുറച്ചുകൂടെ പഞ്ചസാര ഇട്ടിട്ട് ചായ ഇട്. ആവശ്യത്തിന് പഞ്ചസാരയും കടുപ്പൊക്കെ ഉണ്ട്. എന്നിട്ട് തീർന്നല്ല കുറിച്ച് ഇവരെ ഷുഗറും പിടിച്ച് ചാകും. ഇച്ചിരി കൂടെ പഞ്ചസാര വേണം. മധുരം കൂട്ടി ഒരെണ്ണം എടുക്കട്ടെ? ഇനി വേണ്ട. എന്തു പറ്റി കൈക്ക്? കുഴപ്പമില്ല. ഇല്ല, ഒന്നുമില്ല. എന്തു പറ്റിയെന്ന്? ചെറുതായിട്ടൊന്ന്. ഇങ്ങോട്ട് വന്നേ. കുഴപ്പമില്ല, ഞാൻ വീട്ടിൽ പോണം. ഇങ്ങോട്ട് വന്നേന്ന്. റൊണാൾഡോ അച്ചാച്ചനാ സാധനങ്ങളെ വല്ലതും കൊണ്ടുവരുന്നുണ്ടോ? ഇതെന്തു പറ്റി അച്ചാച്ചാ? ഇതെന്തു പറ്റി? ചേച്ചി എന്തുവാടാ? ചേച്ചി വന്നേ. എന്തു പറ്റിന്ന്? എന്താ പറ്റിയ? ആണുങ്ങൾ തമ്മിൽ കയ്യാങ്കളി ആയപ്പം അത് അടി കലാശിച്ച്. എന്താന്ന്? ആരാണ്ടുമായിട്ട് വഴക്ക് പിടിച്ചിട്ട് വന്നേക്കുവാ. ആരുമായിട്ടാന്ന്? എന്തുവാടാ? അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല അടിയായി. അടിക്കണ്ടായിരുന്നു. അടിക്കാതെ അവന് കാര്യം മനസ്സിലായിട്ടുണ്ടോ? ഇനി അവൻ്റെ നിഴല് നമ്മുടെ ഈ കുടുംബത്തും. കൈയൊടിഞ്ഞ പൊട്ടലുണ്ട്. എന്റെ നെറ്റിയില് മുറിവുണ്ട്. വലുതാണോടോ?
ചെറിയ 2 സ്റ്റിച്ച് ഉണ്ട്. കാലും ശരിക്കും കിട്ടിയെന്ന് തോന്നല്ലേ? വാ, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ടുണ്ട്. ഇനി അവന്റെ നിഴല് നമ്മുടെ റൊണാൾഡെങ്കിലേ താഴോട്ടെന്തോ? ഞാനേ അവനെ വായിന്നൊക്കെ എഴുന്നേറ്റ് നോക്കിയതാ. അവൻ അങ്ങനെ അങ്ങ് എഴുന്നേക്കത്തില്ല. അതേപോലുള്ള കൊടുത്തിട്ടുണ്ട്. അടിപിടി കൂടിയൊന്നും അല്ല, വേറെന്തോ ഉടായിപ്പുണ്ട്. അമ്മ രണ്ടുപേർക്കും നല്ലതായിട്ട് കിട്ടിയ അങ്ങോട്ടും ഇങ്ങോട്ടും. എടാ എന്തുവാടാ നിങ്ങൾ ഇത്ര വലിയ പ്രശ്നം? കിടന്ന് വഴി കിടന്ന് അടി കൂടാനും? ഞാൻ ഇവന്റെ അടുത്തൊരു കാര്യം ഇങ്ങനെ സംസാരിച്ചോളൂ. അപ്പൊ ഇവനാണ് ചാടി നിന്നിട്ട്. നീ ഒരുപാട് കിടന്ന് ഉരുളല്ലോ. എന്നായാലും ഞാൻ അറിയും. എന്താടാ പ്രശ്നം? എന്താടാ? ഞാൻ പറഞ്ഞത് അത് അങ്ങളെ കാര്യം ഞാൻ പറയാം. അനിയ, നമ്മൾ തമ്മിലുള്ള കമ്പനിയൊക്കെ ശരി, പക്ഷെ ആ ഒരു പരിചയത്തിന്റെ പേര് കുടുംബത്ത് കയറിയുള്ള പരിപാടിയാണല്ലോ, അത് നമുക്കൊട്ട് ഇഷ്ടമുള്ള കാര്യമാണ്. അണ്ണാ, ലല്ലു ഇന്നുവരെ ആരെയും കുടുംബത്തിൽ കയറി അലമ്പുണ്ടാക്കിയിട്ടില്ല. അതെല്ലാം നിങ്ങളെ തെറ്റിദ്ധാരണ. തെറ്റിദ്ധാരണയോ നല്ല ധാരണ അത് വിട്. കഴിഞ്ഞതെല്ലാം വിട്ടേര്. പക്ഷെ ഇനി നീ മുത്തിന്റെ പുറകെ നടക്കോ, അതിന്റെ പേര് ആ വീടിന്റെ പരിസരത്തെ കാണാൻ നിന്നെ കണ്ട എന്റെ തല ഞാൻ കണ്ടിക്കും, ഉറപ്പാണ്. കണ്ടാ നിങ്ങൾ എന്തിനു ചെയ്യുന്നു? എന്തിനു ചെയ്യുന്നു? പറഞ്ഞത് അനുസരിച്ചില്ല ഉണ്ടല്ലോ, നിനക്ക് എന്നെ കുറിച്ച് അറിയത്തില്ല. കുടങ്ങാളപ്പോ അന്വേഷിച്ചാ മതി. ഇച്ചിരി പെശകാ മോനെ, ഇത് നിക്കാൻ പറ്റത്തില്ല, മൂത്രം പോവും. തുടങ്ങാമളപ്പോ ഈ ലല്ലുവിനെ പറ്റി അന്വേഷിച്ച് നോക്കും. അപ്പൊ അമ്മരും പറഞ്ഞു ഞാൻ ആരാണെന്ന്. ബീഫ് വരട്ടി കഴിച്ചോടെ. അതിന്റെ കൂട്ടത്തിൽ ഒരു വിദേശിയുടെ മണം അടിക്കുന്നുണ്ടല്ലോ. എന്റെ ഫ്രണ്ട് വിദേശത്തായിരുന്നു, ഇപ്പൊ സ്വദേശത്തെത്തി. അവന്റെ ചെറിയൊരു പാർട്ടി ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് പറഞ്ഞത്. ആ വിദേശിയെ ഈ സ്വദേശിയെ ഒന്ന് പരിചയപ്പെടുത്തുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? അങ്ങനെ ആ വിദേശിയെ ഈ സ്വദേശിയെ ഒന്ന് പരിചയപ്പെടുത്തുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? ഈ പറഞ്ഞത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ പരിചയപ്പെടുത്താം. വണ്ടിയിട. വിടടാ. ഞാൻ അത്ര വിറ്റായിട്ടില്ല. ഞാൻ കറക്റ്റ് ആയിരിക്കും. അയ്യോ, വണ്ടി നല്ല സാധനം, നല്ല ആംബിയൻസ്. വണ്ടിയാണ് എങ്ങനെ വണ്ടിയാ ഓടിക്കും. അണ്ണ ചുമ്മാ നിങ്ങൾ ഇപ്പഴേ പിറ്റ് നിങ്ങൾ ചുമ്മാ അറിയത്തില്ല. റൊണാൾഡോ എന്ന് പറയുന്നത് ബൈക്ക് മെക്കാനിക്കാണ്. ഒരു മെക്കാനിക്ക് എന്ന് പറയുന്നത് ഒരു ഡോക്ടറാണ്. മനസ്സിലായോ? അതൊക്കെ അവിടെ നിങ്ങൾ അത് ബാഗ് കയറി നീ ഇറങ്ങ. മൂത്തവര് ചൊല്ലും മുതുനെല്ലിക്ക. നിനക്കെന്നെ അറിയത്തില്ല. പെർഫെക്റ്റ്. കണ്ടോളൂ വണ്ടി നമ്മളെ ചുമ്മാ നിങ്ങൾ നല്ല ഫിറ്റിങ്. ഡോണ്ട് റിപ്പീറ്റ്. ഇതൊക്കെ നമ്മളെ പണിഞ്ഞിട്ടുള്ള വണ്ടിയാണ്. ഞാൻ എടുക്കാണ, സീരിയസ് ആയിട്ട് എടുക്കാണ. കേറില്ല പിടിച്ചിരി. ഫസ്റ്റ് താഴോട്ടടി. അണ്ണാ നീ വിട്ടാണ്, നീ ആയം വിട്ടുന്നു. പുതിയ വണ്ടിയാണ് എന്റെ.
എടാ നെയ്യാറ്റിൻകര ജില്ലയില് ബൈക്ക് റാലിക്കകത്ത് റൊണാൾഡ് വണ്ടി കൊണ്ട് വന്ന എതിരാളികൾ നിൽക്കുന്നില്ല, അറിയാമോ? കൂട്ടുകാരന്റെ വണ്ടിയാണ് അണ്ണ. പതുക്കെ ഞാൻ എടുക്കാണ്. വണ്ടി വള നാണം ഉണ്ടടാ, നാണം. പോത്ത് പോലെ വളർന്നല്ല, കഴുതയുടെ ബുദ്ധി. അതിനെ പറയാക്കൂല, അതിന് നാണക്കേടാവും, അതിന് പിന്നും ബുദ്ധി ഉണ്ടാവും. വർക്ക്ഷോപ്പിലും പോവാതെ ഇങ്ങനെ കണ്ടെടുത്ത് ഇറങ്ങി കണ്ടവൻ്റെ ചിലവിൽ. എടാ നിന്റെ തരവണാടാ അവൻ. ആണാ സൗഹൃദം കൂടാൻ പോയേക്കണം. ഏയ് ഇവന് ഭാര്യയും 2 പിള്ളേരുമുണ്ട്. അവന് കുടുംബം പോറ്റുള്ളവനാണ്. അവൻ ജോലിക്കും പോകാതെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പം ആ കൂടെ നീ അവൻ്റെ കൂടെ നിനക്ക് വേറെ ആരെയും കിട്ടിയില്ലേ കൂട്ടുകൂടാൻ? ഞങ്ങളെ ഈ സൗഹൃദത്തിന്റെ പേരിൽ അങ്ങനെ. അയ്യോ സൗഹൃദം ഇപ്പം എങ്ങനെയുണ്ട്? പൊട്ടൽ എത്ര എണ്ണം ഉണ്ട്? ഇവിടെ ഒരു ചെറിയ പൊട്ടല്. ചെറിയ പൊട്ടൽ. എത്ര ദിവസം ഇട്ടേക്കണത്? 1 മാസം. 1 മാസം പിന്നെ സുഖ ഭക്ഷണം കഴിച്ച് വീട്ടിൽ ഇരിക്കാം. പിന്നെ മറ്റേ എന്തോ ഇതിന് പോകണമെന്ന് പറഞ്ഞാൽ സിനിമയുടെ അത് പോകാൻ പറ്റൂല. പോകാൻ പറ്റൂല. സന്തോഷമായല്ല. നിനക്ക് തലയ്ക്കല്ലേ ഉള്ളൂ അല്ലേ? നിന്റെ തലയ്ക്കല്ല, നിനക്ക് മൊത്തത്തിൽ കുഴപ്പം. ഇവിടെ എവിടെയെങ്കിലും കിടന്നാലും കുഴപ്പമില്ല. ഞങ്ങൾ വല്ലതും തന്ന് ഇവിടെ കിടത്തിക്കോളാം. ദൈവത്തെ ഓർത്ത് പുറത്തിറങ്ങാതിരിക്കുമോ നീ? അതാ നീ പിന്നെ ഇവനെ പോലെ തന്നെ ഇടേ. അയ്യോ അല്ല, ഞാൻ പക്ക ജെന്യൂൻ. ആയാ നിനക്കൊള്ളാം. ശരി, ഞാൻ വീട്ടിലോട്ട് പോകോ. ഓലക്ക ഉണ്ട് ഇവിടെ. എന്തിനു ഒലക്കം? കൈയും കാലം അടിച്ചടിച്ചു ഇവിടെ ഇടണം. മച്ചമ്പി സത്യത്തിൽ സംസാരിക്കരുത് നീ.